പൊന്നാനി ഡയാലിസിസ് സെന്ററിന് സഹായഹസ്തവുമായി പ്രവാസികൾ. മരുന്നിനുള്ള തുക കൈമാറി. വൃക്കരോഗികളുടെ ആശാകേന്ദ്രമായ പൊന്നാനി ഡയാലിസിസ് സെന്ററിന് സഹായഹസ്തവുമായി പ്രവാസികൾ രംഗത്തെത്തി. പൊന്നാനി ഒമാൻ മുസ്ലിം അസോസിയേഷൻ ഭാരവാഹികൾ ഡയാലിസിസ് സെന്ററിലെ മരുന്നിന് ആവശ്യമായ തുക സെന്ററിന് കൈമാറി. നിരവധി വൃക്കരോഗികൾ ആശ്രയിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് പൊന്നാനി ഒമാൻ മുസ്ലിം അസോസിയേഷൻ ഭാരവാഹികൾ നഗരസഭാ ചെയർപേഴ്സൺ CV സുധയ്ക്ക് ചെക്ക് കൈമാറി. ശാന്ത ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ K മുഹമ്മദ് കുട്ടി മാസ്റ്റർ, സെക്രട്ടറി KK റാസിഖ്, സ്ഥിരം സമിതി അധ്യക്ഷൻ TK മഷൂദ്, KM മുഹമ്മദ് ഖാസിം കോയ, S അബൂബക്കർ, PV ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. ഡയാലിസിസ് സെന്ററിന്റെ നടത്തിപ്പിനായി പ്രവാസികൾ നിരവധി സഹായങ്ങളാണ് നൽകി വരുന്നത്. സെന്ററിന്റെ നടത്തിപ്പിന് ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും പൊന്നാനിയിലെ പ്രവാസികളുടെ കൂട്ടായ്മയിലാണ് ലഭ്യമാകുന്നത്. നിരവധി കുടുംബങ്ങൾ ആഘോഷവേളകളിൽ സെന്ററിന് സഹായം നൽകുന്നുണ്ട്. ഒരു വർഷത്തിൽ ഏകദേശം 70 ലക്ഷം രൂപ ചെലവ് വരുന്ന സെന്ററിന്റെ നടത്തിപ്പിന് 10 ലക്ഷം രൂപ മാത്രമാണ് നഗരസഭ അനുവദിക്കുന്നത്. ബാക്കി തുക സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ലഭ്യമാകുന്നത്. സംഘടനയുടെ നേതൃത്വത്തിൽ ഉള്ള ഡയാലിസിസ് സെൻ്ററിലേക്കുള്ള മരുന്ന് വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരു കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വൃക്കരോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന രീതിയിലാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു താങ്ങും തണലുമായി വിദേശത്ത് ഇരുന്നു കൊണ്ടും നമ്മുടെ നാടിൻ്റെ വേദന അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ അവർക്കൊരാശ്വാസമായിട്ടാണ് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുമായി നിങ്ങളെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. 75-80 പേഷ്യൻസ് ഇപ്പോൾ ഉണ്ട്. അത് മൂന്നാമത്തെ ഷിഫ്റ്റ് മുഴുവനായിട്ടൊന്നുമില്ല. മൂന്നാമത്തെ ഷിഫ്റ്റ് മുഴുവനാകുമ്പോൾ 100 താഴത്ത് ആളുകൾ ഉണ്ടാകുന്നതാണ്. 2 ഷിഫ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് 90 ലക്ഷം ഒരു കൂടി വിട്ടിട്ട് ഏകദേശം നമുക്ക് ചിലവുണ്ട്. സ്രോതസ് ഇപ്പോൾ മൂന്നാമത്തെ ഷിഫ്റ്റ് വരുമ്പോൾ 1/3 നമ്മളതിൻ്റെ ഒരു 30-40 ലക്ഷം കൊടുക്കുക കൂടുതൽ വരും. അസലും മനസ്സിലാവുക. ഹലോ, നമസ്കാരം. ഞാൻ മെറീനയാണ്. തിരൂരുകാർക്ക് ഒരു പുതിയ കല്യാണ വിശേഷം ഒരുങ്ങുകയാണ് കേട്ടോ. ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിങ് മോളിന്റെ ബ്രൈഡൽ കി ഷാദി ഫെസ്റ്റിന്റെ ഭാഗമാകാൻ ഈ വരുന്ന മെയ് 16-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ഞാനും എത്തുന്നു. അന്നേ ദിവസം അവിടെ വെച്ച് നടക്കുന്ന ലക്കി ഡ്രോയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് iPhone 17 Pro Max സമ്മാനമായിട്ട് ലഭിക്കുന്നു. മാത്രമല്ല, അന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പം മറക്കണ്ട, ഏവർക്കും സ്വാഗതം ഈ വരുന്ന 16-ാം തീയതി 3 മണിക്ക്.